ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ എന്തും ചെയ്യുന്നത് ആലോചിച്ച് വേണം. പെട്ടെന്ന് എടുത്തു ചാടി ഒരു വാക്ക് കൊടുക്കരുത്. ഭീഷ്മർക്ക് അതാണ് പറ്റിയ അബദ്ധം. പ്രതിജ്ഞ ചെയ്യും, അത് പാലിക്കാൻ സാധിക്കാതെയും വരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമാണ് ഈ ദശരഥ മഹാരാജാവിനെ പോലെയുള്ളവർ. ഭാര്യയായിരിക്കുന്ന കൈകേയിക്ക് 2 വരം കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത അദ്ദേഹം പിന്നെ തളർന്നു കിടക്കുന്ന കൈകേയി ആവശ്യപ്പെടുന്നു. ആ കൈകേയിയോട് അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ പറയുന്നു, വധ്യനായ അല്ലെങ്കിലും അയാളെ വധിക്കാം, നിനക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. തെറ്റ് ചെയ്യാത്ത ഒരാളെ നീ പറയുകയാണ് അയാളെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ കൊല്ലാം. ഇതെത്ര വലിയ അബദ്ധമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് കൈകേയി ചോദിക്കുകയാണ്, ഇന്ന വ്യക്തിയെ കൊല്ലൂ എന്ന്. രാജാവിന് കൊല്ലാൻ പറ്റുമോ? ഇതാണ് ആലോചന ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിനും പരാജയത്തിനും കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ആലോചന മഹാബന്ധുവാർത്താൽ ആലോചിക്കാത്തവർ പെട്ടുപോകും. മാലകൻ നേടാനും സർവം സിദ്ധിപ്പാനും മൂലം ആലോചന സത്യം തന്നെ. ഇത് സത്യമായ ഒരവസ്ഥയാണിത്. ആലോചന മഹാബന്ധുവാർത്താൽ ഏറ്റവും വലിയ നമ്മുടെ ബന്ധു ആയിരിക്കുന്നത് ആലോചനയാണ്. ബുദ്ധിപൂർവം എന്ന് നമ്മൾ പറയുമല്ലോ. ആദ്യം ബുദ്ധി പ്രവർത്തിക്കണം, പിന്നീടാണ് പ്രവൃത്തി വേണ്ടത്. ആദ്യം ആലോചിക്കണം. ആലോചന വരുന്നത് ബുദ്ധിയിൽ നിന്നാണ്, വികാരം വരുന്നത് മനോതലത്തിൽ വെച്ചാണ്. അതിനാൽ നാം ആദ്യം ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷമേ പറയാവൂ, പ്രവർത്തിക്കാവൂ. അതുകൊണ്ടാണ് ആലോചന മഹാബന്ധു വാർത്താൽ. ആലോചനയാണ് നമ്മുടെ ബന്ധു. ബന്ധുക്കൾ നമ്മെ ഒരിക്കലും ദുഃഖത്തിൽ ചാടിക്കുകയില്ല. വരാനിരിക്കുന്ന ദുഃഖത്തെ തടയാൻ ബന്ധുക്കൾക്ക് സാധിക്കും. നമ്മുടെ ശ്രേയസ്സിനെ മാത്രം കാണുന്നവരാണ് ബന്ധുക്കൾ. അതിനാൽ ഏറ്റവും വലിയ ബന്ധു ആലോചനയാണ്. ആലോചന മഹാബന്ധു വാർത്താൽ ആലോചിക്കാത്തവർ പെട്ടുപോകും. പുരാണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ആലോചന ഇല്ലായ്മ കൊണ്ട് വന്നു ചേർന്ന ഭവിഷ്യത്തുക്കളെ ചിത്രീകരിക്കുന്ന അനേക കഥകളുണ്ട്. നീതിസാരത്തിൽ ഒരു കഥ പറയുന്നു, കീരിയെ കൊന്ന ബ്രാഹ്മണിയുടേത്. അതായത് ഒരിക്കലൊരു ബ്രാഹ്മണ സ്ത്രീ ഒരു കീരിയെ വളർത്തിയിരുന്നു. തനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ നോക്കാൻ കീരിയെ ഏൽപ്പിച്ചു. ഈ സ്ത്രീ വെള്ളത്തിന് പോയി. ആ സമയത്താണ് തൊട്ടിലിനടുത്ത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് ഒരു പാമ്പ് കയറി വരികയും ആ പാമ്പിനെ കീരി, പാമ്പുമായി യുദ്ധം ചെയ്ത് പാമ്പിനെ കീരി സംഹരിച്ചു, തലമുറിച്ചു. മുഖത്ത് മുഴുവൻ ചോരയുമായി വെള്ളവുമായി വരുന്ന ബ്രാഹ്മണിയുടെ നേരെ ചെന്നു. ഇത് കണ്ടപ്പോൾ ആ ബ്രാഹ്മണിക്ക് ഒന്നാണ് തോന്നിയത്. ആദ്യം വികാരമാണ്, മനസ്സാണ് ആദ്യം പ്രവർത്തിച്ചത്. വികാരം തോന്നി, എൻ്റെ കുട്ടിയെ കൊന്നാണ് ഇവൻ ഈ ചോരയുമായി, മുഖത്ത് ചോരയുമായി വരുന്നത് എന്നവർക്ക് തോന്നി. അതാണ് മനസ്സ് പ്രവർത്തിക്കുമ്പോൾ. ചെന്നു ഉടനെ അടുത്ത്, എന്നിട്ടിത് കണ്ട ഉടനെ പെട്ടെന്ന് തോന്നുകയും അടുത്തിരുന്ന വിറകും കൊള്ളിയെടുത്ത് ആ കീരിയെ ഒരൊറ്റയടിയും കൊടുത്തു. കീരി അവിടെ കിടന്ന് പടഞ്ഞ് ചത്തുപോയി. നേരെ എൻ്റെ കുട്ടി എന്ന് വിചാരിച്ച അമ്മ തൊട്ടിലിനടുത്ത് ചെന്നപ്പോൾ തൊട്ടിലിൻ്റെ താഴത്ത് ഉഗ്രനായ ഒരു സർപ്പം ചത്തു കിടക്കുന്നു. കുഞ്ഞ് കൈകാലിട്ടടിച്ച് ചിരിച്ചും കിടക്കുന്നു. ആ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തൊട്ടിലിൻ്റെ അടുത്ത് ചെന്ന ശേഷം പ്രവർത്തിക്കാമല്ലോ എന്നൊന്ന് ആലോചിച്ച് ചെന്ന് നോക്കിയ ശേഷം കീരി എന്തും ചെയ്യാം. പക്ഷെ അതല്ല, പെട്ടെന്ന് മനസ്സാണ് വികാരാത്മകമായത്. മനസ്സ് വികാരാത്മകമായി അത് പ്രവർത്തിക്കുകയും ചെയ്തു. അത് വിപത്തായി വന്നില്ലേ? ആ ദുഃഖം ആ സ്ത്രീ എങ്ങനെ മറക്കും?
തൻ്റെ കുട്ടിയെ രക്ഷിച്ച കീരിയെ സംഹരിച്ചു. ഇനി അതിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് പരീക്ഷിക്കാതെ നമ്മൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത സന്താപത്തിന് ഇടയായിത്തീരും. അതാണ് ആലോചന മഹാബന്ധുവാർത്താൽ ആലോചിക്കാത്തവർ പെട്ടുപോകും. മാലകന്നിടാനും, മാലെന്ന് പറഞ്ഞ ദുഃഖം അകന്നു പോകാനും സർവം സിദ്ധിപ്പാനും നമുക്ക് ലഭിക്കേണ്ടതെന്തോ അത് കിട്ടാനും മൂലമാലോചന സത്യം തന്നെ. നമുക്ക് ഏറ്റവും ശ്രേയസ്കരമായത് ലഭിക്കുന്നതിനും ദുഃഖം ഒഴിവാക്കാനും ആലോചനയാണ് നമ്മുടെ ഉറ്റ ബന്ധു. ആ ബന്ധുവിനെ നാം സ്വാഗതം ചെയ്യണം. അതിനെയാണ് നാം എപ്പോഴും കൈകോർത്ത് പിടിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അവർക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ.